ഞാനൊരു സിനിമയ്ക്ക് പോകാൻ റെഡിയാവുക. ഏത് സിനിമ? ഫ്രണ്ട് അറിയത്തില്ല ഏത് സിനിമ? ഞങ്ങൾ സുമതി വളവ് കാണാൻ പോവാ. സുമതി വളവ് ഇത് മെയ് 8 റിലീസാവുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുതൽ കാണാതെ വെച്ചിരിക്കുക. എനിക്ക് ഈ ഹൊറർ മൂവീസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്ന് ഇതിൻ്റെ റിലീസ് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഫൈനലി റിലീസായി ഇന്ന്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കാണാനിരിക്കുമായിരുന്നു. ഫൈനലി റിലീസായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കണ്ടു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ബിക്കോസ് മറ്റേ മാളയപ്പുറത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും തന്നെയാണ്. അപ്പോൾ ആ സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇത് ഹൊറർ, എനിക്ക് റൊമാൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഹൊററും കോമഡിയും കൂടെ. അപ്പോൾ ഇതും അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത്. ഇനി പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മറ്റേ രോമാഞ്ചമാണോ അതോ ഫ്ലോപ്പാണോ എന്ന് കണ്ടിട്ട് പറയാം. കണ്ടിട്ടല്ല പറയാൻ പറ്റുമോ? ഞാൻ റെഡിയായി, കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇടുന്ന ആളൊന്നുമല്ല, ലിപ്സ്റ്റിക്ക് ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റിൽ. ഇതെൻ്റെ മേക്കപ്പ് കലവറയാണ്. പിന്നെ അതൊട്ട് നോക്കണ്ട, എല്ലാം അളിഞ്ഞു പുഞ്ഞ് കിടക്കുക. ഒരു ദിവസം ഞാൻ എൻ്റെ ഒത്തിരിയൊന്നും കോസ്മെറ്റിക്സ് ഇല്ലെങ്കിൽ ഒരു ദിവസം കാണിക്കാം എൻ്റെ എന്തൊക്കെ കോസ്മെറ്റിക്സ് ഉണ്ട്. നെയിൽ പോളിഷ് കളക്ഷനും ലിപ്സ്റ്റിക് കളക്ഷനും ഒക്കെ കാണിക്കാം ഒരു ദിവസം. ഓക്കെ, സിനിമ കാണാൻ ഷാർജ സിനെപോളിസിലാണ്. അപ്പോൾ ഞങ്ങൾ ജനറലി ഇവിടെ തന്നെയാണ് സിനിമ കാണാൻ വരാറ്. അപ്പോൾ ഞങ്ങൾ എക്സാക്ട് 10:40 ആയിരുന്നു സിനിമയുടെ ടൈം. അപ്പോൾ ഞങ്ങൾ എക്സാക്ട് 10:40 തന്നെയാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ തുടങ്ങി കാണുമെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് ഓടാൻ തുടങ്ങി. ബിക്കോസ് ഒന്ന് വാഷ്റൂം പോയിട്ട് വന്നപ്പോൾ തന്നെ സമയമായി. അപ്പോൾ പെട്ടെന്ന് ബാഗ് എടുത്ത് ഞാൻ ഓടുമായിരുന്നു സിനിമ കാണാനായിട്ട്. പക്ഷേ സ്ക്രീൻ 4 ആയിരുന്നു. അപ്പോൾ സ്ക്രീൻ 4 നമ്മൾ ചെന്ന് കയറിയപ്പം പരസ്യമൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. എനിക്കൊന്ന് സിനിമ ഒരു 10:40 സിനിമയാണെങ്കിലും ഒരു 10:50 ഒക്കെ ആയി അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയിരിക്കുകയും സിനിമ സ്റ്റാർട്ടായി. അപ്പോൾ ഇനി സുമതിയെ കണ്ടിട്ട് ഞങ്ങൾ വിശേഷങ്ങൾ പറയാം. സിനിമ കണ്ട് കഴിഞ്ഞിരിക്കുവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മൂവി. നല്ലൊരു എന്താ പറയുക, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. പക്ഷെ നമ്മൾ സിനിമ ഞാൻ റിവ്യൂസൊക്കെ ഫസ്റ്റ് ഷോ ആണെങ്കിലും നമ്മൾ നൈറ്റ് ഷോ ആണ് കണ്ടത്. പക്ഷേ ഞാൻ മോർണിംഗ് ഒക്കെ ഞാൻ ഇങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇന്നലെ ടിക്കറ്റ് എടുത്തതാണ്. അപ്പം റിവ്യൂസൊക്കെ വളരെ മോശം അഭിപ്രായമാണ് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര മോശം സിനിമയായിട്ട് തോന്നിയില്ല. എല്ലാവർക്കും ഓരോ തവണ കാണാൻ പറ്റും, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റും, ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ട്. നല്ലൊരു ലവ് സ്റ്റോറിയും ഉണ്ട്, കുറച്ച് ഹൊററും ഉണ്ട്. എന്നാൽ നമ്മളെ പേടിപ്പിച്ച് കൊല്ലത്തൊന്നുമില്ല. നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നത്തുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്. നമ്മൾ ഈ മൂവി കണ്ടപ്പോൾ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഴയ കാലത്ത് നാട്ടുമ്പുറത്തെ കാഴ്ചകളും പിന്നെ ഒരു ഫാൻറ്റസി യക്ഷിക്കഥകളും അതൊക്കെ വന്നു. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പഴയ കാലത്തെ ഒരു മൂവിയൊക്കെ നല്ല കണ്ടതുപോലെ ഒരു തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ രസമുണ്ട്. കുട്ടികൾക്കും കാണാൻ നല്ല രസമാണ്, നമുക്ക് വലിയവർക്കും കാണാൻ നല്ല രസമാണ്. കുറച്ച് കാലത്തിന് ശേഷം ഒരു നല്ല പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സത്യസന്ധമായ ഒരു അഭിപ്രായമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. അഭിലാഷ് പിള്ളയുടെയും ഈ ഡയറക്ടറിന്റെ ആദ്യത്തെ പടം വെച്ചാണ് നമ്മൾ രണ്ടാമത്തെ സിനിമയുടെ ടിക്കറ്റ് എടുത്തത്. പിന്നെ രാവിലെ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ വെച്ചിട്ട് നിരാശ തോന്നി. രാവിലെ ഞങ്ങൾ ഈ മൂവിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ വൈഫ് കുറെ വേറെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു ഈ മൂവി അത്ര പോരാന്ന് റിവ്യൂസ് ഇട്ടേക്കുന്നു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ആക്ച്വലി വന്നത്. പക്ഷെ വന്നെങ്കിലും ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇത് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒരു നല്ല, നമ്മൾ പഴയ മൊബൈലൊക്കെ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലവും നാട്ടുംപുറവും അങ്ങനത്തെ കുറേ കാഴ്ചകളും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റം ഈ മൂവിയിൽ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മൂവി സ്റ്റാർട്ടിങ് ഡാൻസ് സീനിലൊക്കെ കുറച്ച് ഷെയ്ക്ക് പോലെ, ക്യാമറയുടെ കുറച്ച് ഷെയ്ക്കായിട്ട് വരുന്നുണ്ട്. അതല്ലാതെ വേറെ കഥയും അതിൻ്റെ നറേറ്റ് ചെയ്തേക്കുന്ന രീതിയും ആൾക്കാരുടെ അഭിനയം എല്ലാം കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു മിസ്റ്ററി, പഴയ മുത്തശ്ശി യക്ഷിക്കഥകളൊക്കെ ചേർന്ന് നല്ല രീതിയിലാണ് മൂവി സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ പോയിരിക്കുന്നത്. സോ വി ലൈക്ക് ഇറ്റ്. അതൊരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. സോ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇതാണ്.
വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സിനിമ കണ്ടു, പിന്നെ സിനിമയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇതാണല്ലേ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് എല്ലാവർക്കും പോയി കാണാം. മോശം സിനിമയൊന്നുമല്ല, എന്നാലും നല്ല സിനിമകളെ നമ്മൾ മോശം എന്ന് അനാവശ്യമായിട്ട് റിവ്യൂ ഇടുന്നത് ശരിയല്ല. അതുകൊണ്ട് നല്ല സിനിമ തന്നെയാണ്. എന്തായാലും ഒരു തവണയൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്കതൊരു നല്ല അനുഭവമായിരിക്കും. നല്ല സിനിമയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, നല്ല പടം തന്നെയാണ്. മണി ഇപ്പോൾ 1:30 പക്ഷെ 1:30 ആയെങ്കിൽ നമുക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അപ്പം വരുന്നുണ്ടോ? ശരി, എന്നാൽ പോയി കിടന്ന് ഉറങ്ങാം. എനിക്ക് വലിയ ഉറക്കം വരുന്നില്ല, കാരണം മൂവി ഒരു എന്റർടൈനർ ആയിരുന്നു. പക്ഷെ സമയം 1:30 ആയതുകൊണ്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് കണ്ണില്. പക്ഷെ എനിക്ക് കഴിഞ്ഞ തവണ ഇവിടെ മറ്റേ നമ്മൾ ലാസ്റ്റ് പടം കണ്ടപ്പോൾ അതിന് എനിക്ക് ഉറക്കം വന്നായിരുന്നു പടം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതിനങ്ങനെയൊന്നുമില്ല. അത് കണ്ട് 2 hours അല്ലേ, 2.5 മണിക്കൂറും നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സിനിമയും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളൊരു സിനിമയും യൂട്യൂബിലെ റിവ്യൂവും അതൊന്നും കണ്ട് നമ്മൾ തീരുമാനിക്കല്ലേ. നമ്മൾ സിനിമ നേരിട്ട് പോയി കണ്ട്, നമ്മളൊരു സിനിമയും നമ്മൾ യൂട്യൂബിലോ അല്ല മറ്റുള്ളവരുടെ റിവ്യൂസ് കണ്ട് തീരുമാനിക്കല്ലേ. നമ്മൾ നേരിട്ട് സിനിമ പോയി കണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ സിനിമ നല്ലതാണോ അല്ലയോ എന്ന്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായിട്ട് സിനിമയിൽ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിലീസായിട്ട് ബാഡ് റിവ്യൂസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വളരെ നിരാശയായിരുന്നു. എന്നാലും ടിക്കറ്റ് എടുത്തപ്പോൾ ഏതായാലും കാണാമെന്ന് വിചാരിച്ച് വന്നു. പക്ഷേ വലിയ എക്സ്പെക്റ്റേഷനോടൊന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനെ തെറ്റിച്ചുകൊണ്ട് ഒരുമാതിരി നല്ല പടമായിരുന്നു, അത്ര മോശം പടമൊന്നും അല്ലായിരുന്നു. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയിരുന്നു, കുറേ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ സിനിമയിലുണ്ട്. അതാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടത്. നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കണം, നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവണം, നമുക്കൊരു ഹാപ്പിനെസ് തോന്നും ഒരു സിനിമ കാണുമ്പം. അതൊക്കെ ഈ സിനിമയിലുണ്ട്, അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പം നല്ല സിനിമയാണ്, എല്ലാവർക്കും പോയി കാണാം. നല്ല മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. പഴയ നാട്ടിൻപുറത്തിലെ കാഴ്ചകളും പിന്നെ ഒരു യക്ഷിക്കഥയും മുത്തശ്ശി യക്ഷിക്കഥയും പണ്ടത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു രസകരമായ 2.5 മണിക്കൂർ നമുക്ക് സമയം പോയി. ഇതിൽ റിവ്യൂസ് പലതും മോശമാണെന്നൊക്കെ ഇങ്ങനെ ലിഡു പറയുന്ന കേട്ടു രാവിലെ. പക്ഷേ അത് പോയിൻ്റായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മൂവി നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. വി റെക്കമെൻഡ് ഓൾ. ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. സോ ഇറ്റ്സ് നൈസ്. സോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ റിവ്യൂ. താങ്ക് യു. 1:30 ഞാൻ വണ്ടിയിലോട്ട് കയറുക. എനിക്ക് സിനിമ നല്ലതാണെങ്കിലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ടാറ്റ ബൈ ബൈ. ഞങ്ങളിനി അടുത്തൊരു വ്ളോഗിലൂടെ കാണാം. ഇത് ഞങ്ങളൊരു ഇന്നൊരു വീക്കെൻഡ് ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിനിമയും കണ്ടു, നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂവും തന്നു. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഞങ്ങൾ എല്ലാ സിനിമയൊന്നും കാണാൻ പോകത്തില്ല, ഞങ്ങൾ ചൂസ് ചെയ്താണ് സിനിമകൾ കാണുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സിനിമ കാണുമ്പോൾ ഞങ്ങൾ അതിൻ്റെ റിവ്യൂവും തരാം. ഇനി ഞങ്ങളുടെ മറ്റ് വ്ളോഗ്സും കാണണം. ഓക്കെ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.